അങ്ങനെ എൻ്റെ നനച്ചിലിപ്പണിയൊക്കെ ഏകദേശം ഇന്നത്തെ ഒരുക്കി വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് എഴുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് മേലാറ്റുള്ളൊരു ഷവായ കടയിലേക്കാണ്. ഇനി റമദാനല്ലേ വരുന്നത്, അപ്പോൾ പിന്നെ അധികം പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കലുണ്ടാവില്ലല്ലോ. അപ്പോൾ ആയിഷമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ. അവൾ ഭയങ്കര ഹാപ്പി ആയിക്കാറ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഷവായക്കടയിലേക്ക് എത്തിട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഷവായ. ഇവിടുത്തെ ഷവായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ വേറെ എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങളതൊന്നും കഴിക്കലില്ല. ഞങ്ങളധികം ഇവിടെ വന്നാൽ ഷവായ തന്നെയാണ് കഴിക്കൽ. പിന്നെ അത് ആയിഷമ്മ അത് അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ ചിക്കന് വേറെ എന്തോ രീതിയിൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാണ്ട് അവൾ കൈയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴാണ് അവളിങ്ങനെ ലേറ്റ് ഉണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ വായിലിടണം, എത്ര ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ല കേട്ടോ. അങ്ങനെ എന്താ റാമി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുട്ടിച്ചെയർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വലുതാക്കണമെങ്കിലും അവൾക്ക് ആ കുട്ടിച്ചെയറിലിരിക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ ആയിഷമോൾ ചെയറൊക്കെ വാങ്ങി സെറ്റാക്കി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള ഫുഡിൻ്റെ പ്ലേറ്റൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് അവൾക്കുള്ള കുട്ടി പ്ലേറ്റും കിട്ടി. അങ്ങനെ ഇതാ ഇവിടെ ഫുഡിൻ്റെ പ്ലേറ്റ് കൊടുന്ന് നോക്കുമ്പോൾ തന്നെ അതിൽ കെച്ചപ്പും തൂമ്പും ഒക്കെ കൊടുന്ന് നോക്കും കേട്ടോ. അങ്ങനെ ഫുഡ് എത്തി. ആയിഷമ്മ ഒരു ലെഗ് പീസാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾ പൊറാട്ടയും ഷവായയും കഴിച്ചു. അങ്ങനെ പോരുന്ന നേരത്ത് അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഐസ്ക്രീം വാങ്ങി. അവൾ വല്ലാതെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാനൊരു ഇഞ്ചി മിഠായി വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ജാംജു മാർട്ടിലേക്കാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പം ഐഷുമാർക്ക് അവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് തിരഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൾക്ക് ഐസ്ക്രീമും ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് നീനെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ അവളപ്പച്ചനോട് നമുക്ക് ആ പാർക്കൊക്കെ പോകാറുണ്ടെങ്കിൽ ഇങ്ങനെ വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വിധം പറഞ്ഞങ്ങാണ്ട് നമുക്ക് മടങ്ങി പോരുമ്പോൾ പാർക്കിൽ പോവാം, ഇപ്പം നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുകയാണെങ്കിൽ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകണം അവളെ. അപ്പം സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയത് തന്നെ റമദാൻ ആയതുകൊണ്ട് ഇക്കാരം പലതരത്തിലുള്ള ഈത്തപ്പഴങ്ങളാണ് കണ്ടത് കേട്ടോ. ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി. ഐഷുവിന് അവിടെ എത്തിയപ്പോൾ തന്നെ ട്രോളിയിൽ കയറിയിട്ട് ഇരിക്കണം കേട്ടോ. അവൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാലൊരു പതിവാണ്. ഏത് സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും അവൾക്ക് ആദ്യം ആ ട്രോളിയിൽ കയറിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം കേട്ടോ. അങ്ങനെ അവളെയും ഒന്നിങ്ങാണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കിയിരുന്നു. ഈ ട്രോളിയിലുള്ള ഇരുത്തം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അവൾക്ക് പറ്റിയ സാധനങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവൾ അതിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ഞാൻ എന്താ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകളൊക്കെ നോക്കിയിട്ടോ. എനിക്ക് പിന്നെ ഗ്ലാസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല, ഒരുപാട് ഗ്ലാസ് വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ എൻ്റെ പാത്രം കൈകളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പല മോഡലും കാണുന്നുണ്ട്. അപ്പം ഞാനൊരു എടുക്കാത്തൊരു മോഡൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് എടുത്തത് കേട്ടോ. അങ്ങനെ മക്കൾ വലിയവർ രണ്ടുപേരും ലിപ്സ്റ്റിക്കും ഇതൊക്കെയാണ് തിരയുന്നത്. അതിൻ്റെ ഇടയിൽ ഐഷുവിന് വേണ്ട സാധനങ്ങളൊക്കെ തരികയാണ്. ഹെയർ ബാൻഡും ഇതൊക്കെ തരികയാണ്. അപ്പോൾ ഹെയർ ബാൻഡൊന്നും നല്ലത് കിട്ടിയില്ല. പിന്നെ ഓള് ഒരു നല്ല ക്യൂട്ട് പാവക്കുട്ടിനെ കൊടുന്ന് കടുക്കുന്നു കേട്ടോ. അപ്പോൾ ആ പാവക്കുട്ടി കീ ചെയിനാണ് കേട്ടോ. അപ്പോൾ അത് അവൾക്ക് വേണ്ട പറഞ്ഞങ്ങാണ്ട് അവിടെ തന്നെ വെച്ചു. നല്ല ഭംഗിയുള്ള പാവക്കുട്ടി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചോക്കോ പോപ്സ് ആണ് കേട്ടോ ഓഫറിൽ. അപ്പോൾ അത് അവൾക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ അത് വാങ്ങിട്ടോ. എപ്പോഴും അത് വാങ്ങുമ്പോഴോ അല്ലാതെ കഴിക്കലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളോട് അത് വേണ്ട ഐഷു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കണില്ല കേട്ടോ. എനിക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് അത് ട്രോളിയിലെടുത്തിട്ടു. അങ്ങനെ എന്താ കസ്റ്റാർഡ് പൗഡറിന് ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു പാക്കറ്റും വാങ്ങി. അങ്ങനെ എൻ്റെ ചിരവ് കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ചിരവുണ്ടോ നോക്കി. അപ്പോൾ ഞാൻ നല്ല ചിരവ കണ്ടു. പിന്നെ പുട്ടും കുറ്റിയും കിടന്നിരുന്നു. ഞാൻ പുട്ട് എപ്പോഴും ആവിക്കാണ് വേവിക്കൽ. അപ്പോൾ നല്ലൊരു പുട്ടും കുറ്റി കണ്ടപ്പോൾ അതും വാങ്ങി. അപ്പോൾ ഐഷുമ്മയും നീനും കൂടി ഇങ്ങനത്തെ ഈ സംഭവം കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് നോക്കിയിരുന്നു. ഇഷ്ടംപോലെ നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഐഷു ഒരുപാട് സാധനങ്ങൾ വലിച്ചിട്ടിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട്
ബാക്കി സാധനങ്ങളൊക്കെ ബില്ലടച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഐഷു ചോക്കോ പോപ്സ് കണ്ടിട്ട് സന്തോഷം കാട്ടുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ ഇത് കണ്ട് ഇതിന്റെ വീഡിയോ കൊണ്ട് കൊതിച്ചെടുക്കാറുണ്ടോ ഇതും പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പൊ ഒന്ന് നോക്കിയപ്പോ തിന്ന കൊതി കഴിച്ചു എനിക്ക് ഞാൻ കൊതിച്ചിട്ട് തിന്നാൻ വേണ്ടി ഞാൻ ഫോണ് വീട്ടിൽ തിന്നു. ഞാൻ കണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് വന്നാൽ മതി. ആ സ്ഥലം പേര് ഞാൻ കണ്ടിട്ടല്ലാം തോന്നില്ല ഇതിന്റെ ചക്ര വാങ്ങണം.